ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത്. ഇതിപ്പം ഓണത്തിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഇതുപോലൊരു സദ്യ ഞങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അന്ന് ഏട്ടനും അവധിയായിരിക്കും. ഞങ്ങൾ രണ്ടാളൂടാണ് കേട്ടോ ഇങ്ങനെ സദ്യ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം അത് മുടങ്ങിയില്ല കേട്ടോ. ഇതുപോലെ തോരനും അവിയലും പിന്നെ പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, പിന്നെ എന്താ പറയുക, സലാഡ്, സാമ്പാർ, പരിപ്പ്, മോര്, എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് കേട്ടോ. ഇതിപ്പോൾ 11 മണിയായപ്പോൾ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടാ. അന്ന് പാലട പ്രഥമനാണ് വെച്ചത്. എൻ്റെ ഫേവറേറ്റ് പായസം കേട്ടോ ഇത്, പാലട പ്രഥമൻ. എല്ലാം കുറേശ്ശെയാണ് വെച്ചിട്ടുള്ളത്. മക്കൾക്കൊന്നും വലിയ പിടുത്തമില്ല ഈ സദ്യ അങ്ങോട്ട്. ഇതെല്ലാം കുറേശ്ശെ വെച്ച് തോരനും ഇത് മോരും എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി എല്ലാം, പക്ഷേ സാധനം കുറേശ്ശെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ പപ്പടം പൊള്ളിച്ച്, പിന്നെ ദാണ്ടേ ഇത് പാലട പ്രഥമൻ എൻ്റെ ഫേവറേറ്റാണേ. ഇതിൻ്റെ കിറ്റ് ഓൺലൈനായി വാങ്ങിച്ചതാണ്. ഇവിടെ ഈ സംഭവങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോണ ആ ഒരു ടൈമിലേ വിചാരിച്ചതാണ് തിരിച്ചു വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പ്രത്യേകമായിട്ട് വാങ്ങിച്ചിട്ട് വരണമെന്ന്. പക്ഷേ തിരിച്ചു വരുന്ന ആ ഒരു ടൈമിലുണ്ടല്ലോ, കൈ കിട്ടിയതൊക്കെ വാരിയെടുത്തും പിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഈ വാങ്ങണമെന്ന് വിചാരിച്ച ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എല്ലാം മറന്നുപോയി. ഇതൊക്കെയാണ് കേട്ടോ സദ്യ ഉണ്ടാക്കിയത്. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നേ. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ബലൂണൊക്കെ വീർപ്പിക്കാനുള്ള പരിപാടിയിലാണേ. ചെറിയ രീതിയിലൊരാഘോഷം കേട്ടോ. ഇതിപ്പോൾ ബലൂണൊക്കെ എടുത്തു വെക്കുമ്പോൾ തന്നെ ലക്കിക്ക് ഭയങ്കര സന്തോഷമാണ് വീർപ്പിക്കാനൊക്കെ. എല്ലാ ബലൂണും അവൻ തന്നെ കേട്ടോ വീർപ്പിച്ച് തന്നത്. ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴേ ലക്കിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളും വിചാരിച്ചത് ബലൂണൊക്കെ ഇതുപോലെ വീർപ്പിക്കാമെന്ന്. ഇല്ലെങ്കിൽ സിമ്പിളാണ്, കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യും, അത്ര തന്നെ കേട്ടോ. ഇതിപ്പോൾ ലക്കിയുടെ സന്തോഷമാണ് ബലൂണൊക്കെ വീർപ്പിച്ച് ഇതുപോലൊക്കെ എടുത്ത് ഒട്ടിക്കാൻ അവനാട്ടോ പറഞ്ഞത്. പിന്നെ ഏട്ടനും അതിൻ്റെ കൂടെ കൂടി. ഇതിപ്പോൾ നേരത്തെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ, അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ പണി തുടങ്ങിയതാണ്. ബലൂണ് ഒരുപാടൊന്നും വീർപ്പിച്ചില്ല, കുറച്ച് ബലൂണ്. ഇതുപോലൊക്കെയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കാനേ മക്കൾക്കും ഇഷ്ടമാട്ടോ, ഒരുപാട് ഇഷ്ടമാണ്. അവരും ഇപ്പോൾ ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അമ്മ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ കേട്ടോ. ഇതിപ്പം നന്ദയാണ് ആൾ, അതിനോടൊപ്പം ഇപ്പോൾ ലക്കിയും കൂടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്കി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ബലൂണൊക്കെ കെട്ടണമെന്ന്. വെഡ്ഡിങ് ആനിവേഴ്സറി എന്താണെന്ന് അറിയത്തില്ലെങ്കിലേ ഞങ്ങളെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ. ഈ ലക്കിക്ക് കേക്കിനോടൊന്നും വലിയ താല്പര്യമില്ലേ. അതിന് മുകളിൽ ചോക്ലേറ്റിൻ്റെ പീസുകളൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരിക്കത്തില്ലേ, അതൊക്കെ പറക്കി കഴിച്ചോളാം. അവൻ ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ് കേട്ടോ ഓരോ കേക്കുകളും ഇതുപോലുള്ള സെലക്ട് ചെയ്യുന്നത്. മുകളിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ അതും മതി. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലെ സന്തോഷങ്ങളാണ് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.